ഓഫ് റെയിൻ യൂട്യൂബിലാണോ? എന്റെ ഫോളോവേഴ്സിനോട് ഞാൻ പറയാം. എന്തേലും പറയും പറ്റി. ഞാനാണോ പറയേണ്ടത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് എങ്ങോട്ട് നോക്കിയിട്ട് പറ. ഞാനത് എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ബസ് കയറി പോസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും എന്തൊരു തന്നെ പേജിന്റെ പേര് ഫോളോ ചെയ്യാൻ പറയും. പേസ്റ്റൽസ് ഓഫ് റെയിൻ എല്ലാവരും ഫോളോ ചെയ്യുക. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സിറ്റി ടൂറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് ഫുൾ ഡേ സിറ്റി ഫുൾ കാണാം. ഞാൻ വിചാരിച്ചു മുട്ടായാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ ട്രിപ്പിന്റെ റൂട്ട് മാപ്പ്. അറൗണ്ട് ഒരു 60 മിനിറ്റ്സ് കൂടുമ്പോൾ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സിറ്റിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി അട്രാക്ഷൻസിൽ ഇറങ്ങാം, തിരിച്ചു കയറിയിട്ട് അടുത്ത അട്രാക്ഷനിൽ പോവാം. ഇതാണ് ഹുവാൻ കിങ് ലേക്ക്, ലേക്ക് ഓഫ് റിട്ടേൺസ് റോഡ്. ചൈനീസ് മിങ് ഡൈനാസ്റ്റിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹനോയ് രാജാവിന് ടേർട്ടിൽ ദൈവം ഒരു അത്ഭുത സ്വാഡ് കൊടുത്തു. വാറെല്ലാം കഴിഞ്ഞ് രാജാവ് ഇങ്ങനെ ലേക്ക് കൂടെ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിനും ടോട്ടോയ്സ് തിരിച്ചു ചോദിച്ചു എന്റെ സ്വാഡ് തരാം. അപ്പോൾ ആ സ്വാഡ് തിരിച്ചു കിട്ടിയ ടോട്ടോയ്സ് ലേക്കിന്റെ അടിയിലോട്ട് പോയി. അങ്ങനെയാണ് ഈ ലേക്കിന് ഈ പേര് വന്നത്. ഇതാണ് ഹോച്ചിമിൻ ഷ്രൈൻ. ഹോച്ചിമിൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു റെവല്യൂഷണറി ലീഡറും ഫസ്റ്റ് പ്രസിഡന്റും ആയിരുന്നു. അറൗണ്ട് ഒരു 100 വർഷം വിയറ്റ്നാം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പം ഈ ഫ്രഞ്ച് റൂളിൽ നിന്നുള്ള വിടുതലും പിന്നെ ജാപ്പനീസ് റൂളും അത് കഴിഞ്ഞ് വിയറ്റ്നാം വാർ ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇവരെ ഫ്രീഡത്തിലേക്ക് നയിച്ചത് ഈ ഹോച്ചിമിനാണ്. ഹോച്ചിമിന് തന്റെ മരണശേഷം തന്നെ സാധാരണ പോലെ ക്രിമേറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റിനും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കൊന്നും ഹോച്ചിമിനെ അങ്ങനെ അടക്കുന്നതിനോട് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരൊരു ഷ്രൈൻ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എൻബാം ചെയ്ത് ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കും. ഈ ഷ്രൈൻ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ആരാധനാലയത്തിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കയറി ചിരിക്കുക, ഭയങ്കര ഒച്ച സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടാളക്കാരൻ ദേഷ്യപ്പെടും, ചിലപ്പം വെടിയും വെക്കും. ഇതാണ് ഇവരുടെ പ്രസിഡൻഷ്യൽ പാലസ്. പബ്ലിക്കിന് എൻട്രി ഇല്ല. ഫ്രഞ്ച് റൂളിന്റെ സമയത്ത് അവരുടെ ഗവർണറിന്റെ വീടായിരുന്നു. അപ്പം ഫ്രീഡം കിട്ടി കഴിഞ്ഞപ്പോൾ ഹോച്ചിമിന് ഈ വീട് ഓഫർ ചെയ്തു. പക്ഷെ ഹോച്ചിമിന് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചത്. നമ്മളുടെ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ നമ്മളിവിടെ വന്ന വേറെ ഒരു ജാപ്പനീസ് ഫാമിലിയാണിത്. ഇവര് ഈ വിയറ്റ്നാമീസ് തൊപ്പിയൊക്കെ വാങ്ങിച്ചാണ് ഇവിടെ കറങ്ങുന്നത്. ഇതേ കണ്ടു ഒരു ജാപ്പനീസ് കുട്ടി. ആ നമ്മുടെ ഇന്ത്യൻ കുട്ടിയുണ്ടല്ലോ. ഇതാണ് സെന്റ് ജോസഫ് കത്തീഡ്രൽ. വിയറ്റ്നാമിലെ ഒരു ഫേമസ് ചർച്ചാണ്. വിയറ്റ്നാം സിറ്റഡലിലാണ്. ഇവിടെ പഴയ പാലസും റൂംസ് ഒക്കെ നമുക്ക് കാണാം. ഇമ്പീരിയൽ സിറ്റാഡൽ ഓഫ് തങ്ലോ. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 11th സെഞ്ചുറിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. 1000 വർഷങ്ങളോളം ഇതൊരു വിയറ്റ്നാമീസ് പൊളിറ്റിക്കൽ സെന്റർ ആയിരുന്നു. ഇതാണ് കിങ് തെൻ പാലസ്. റോയൽ സെറമണീസ് ഒക്കെ നടത്താനും പിന്നെ ഫോറിൻ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കാനൊക്കെ ആയിട്ടായിരുന്നു അവരിത് യൂസ് ചെയ്തിരുന്നത്. ഫ്രഞ്ച് റൂളിന്റെ ഭാഗമായിട്ട് അവർ പോയപ്പോൾ ഈ പാലസിന്റെ ഭൂരിഭാഗം സ്ഥലവും നശിപ്പിച്ചാ പോയി. അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് കാണാം. ബേസിക്കലി 2 ബങ്കേഴ്സ് ആണുള്ളത്. ഫ്രഞ്ച് കൊളോണിയൽ സമയത്താണ് ഇത് ഉണ്ടാക്കിയത്. D67 എന്ന് പറയുന്ന ബങ്കറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വിയറ്റ്നാം വാറിന്റെ സമയത്ത് ഒരു മെയിൻ കമാൻഡ് സെന്റർ ആയിട്ട് പ്രവർത്തിച്ചത്. അയ്യേ, ഇവരിരുന്ന് കഴിക്കുന്ന കസേര കാണാനാണോ നമ്മൾ? ചേട്ടന്റെ ഡ്രസ്, പഴയ ഫോണ്. ഇതെന്റെ അപ്പച്ചൻ്റെ ഉണ്ടല്ലോ ഈ പഴയ ഫോണൊക്കെ.
പെട്ടെന്ന് ചേച്ചി ഇവിടെ വരണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ബേസിക്കലി ഇവിടുത്തെ രാജാവ് ഇവിടെ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയ കോളേജാണ്. ഫ്രഞ്ച് കൊളോണിയൽ ടൈമിൽ പ്ലേഗ് വന്നപ്പം ഈ പ്ലേസാണ് ക്വാറന്റീനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ വിയറ്റ്നാമിന്റെ ആദ്യത്തെ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. 700 വർഷത്തോളം ഇവിടുത്തെ എലീറ്റ് ആൻഡ് റോയൽ സ്കോളേഴ്സ് പഠിച്ചിരുന്നത് ഇവിടെയാണ്. ഇത് ആദ്യം ഒരു കൺഫ്യൂഷ്യസ് ടെമ്പിൾ ആയിരുന്നു. ഇപ്പം ഇതൊരു മ്യൂസിയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ടീച്ചേഴ്സിന്റെയും സ്കോളേഴ്സിന്റെ ഒക്കെ സ്റ്റാച്യു കാണാം. ഇവിടുത്തെ പ്രതിഷ്ഠകൾക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ദൈവങ്ങൾക്കും ഒക്കെ ഇവർ എന്താ കൊടുക്കുന്നതെന്ന് അറിയോ? ഓഫറിംഗ് ആയിട്ട് നല്ല കിടിലം ബിസ്ക്കറ്റുകൾ, പുഡിങ്സ്, കൊക്കക്കോള, സ്പ്രൈറ്റ് എല്ലാം നല്ല കിടില സാധനങ്ങളാണ് ഓഫർ ചെയ്യുന്നത്. ഹനോയിലെ പഗോഡയിലാണ്. പഗോഡ ബേസിക്കലി ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇത് ഇവിടെയുള്ള ഏറ്റവും വലിയ ലേക്കിന്റെ നടുക്കാണ് സിറ്റുവേറ്റ് ചെയ്തത്. ജപ്പാനിലെ പഗോഡ അന്നോട്ടെങ്കിൽ പഗോഡ ക്രൈസ്. എനിക്കൊന്നും ഈ സാധനം എന്നാന്ന് പോലും അറിയത്തില്ല. ജപ്പാൻകാരുടെ കൺസ്ട്രക്ഷൻ ബേസിക്കലി ഓക്കെ പഗോഡ ദ്വീപ് ഇങ്ങനെ ഈ അറ്റിങ്ങനെ ഇരിക്കില്ലേ, അതാണ് പഗോഡ. ഈ സ്ട്രക്ചർ കണ്ട പഗോഡ മനസ്സിലായാലും സിമ്പിൾ സാധനം. ഇവിടെ ധാരാളം പഗോഡകളുണ്ട്. ട്രാൻകോട്ട് പഗോഡയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ഐലൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. വേറെ ഈ നോക്കുന്ന കാർഡ്സ് ഉണ്ടല്ലോ, ഇത് ഇവര് കട്ട് ചെയ്തുണ്ടാക്കുന്നത്. ഇങ്ങനെ വളരെ കളർഫുൾ ആയിട്ട് ഇവരുടെ ട്രഡീഷണൽ പിക്ചേഴ്സ് ഒക്കെ ഉള്ള ഇഷ്ടം പോലെ കാർഡുകൾ അവൈലബിൾ ആണ്. ഇത് ഒരു സോനിയർ ആയിട്ട് മേടിക്കാൻ നല്ല ഐറ്റമാണ്. പെട്ടിരിക്കുന്ന അപ്പൂപ്പൻ ദാരീസ് ലൈവ് അപ്ഡേറ്റ്. ഒരു അഡ്വഞ്ചറസ് ആയ ഒരു ജേണിക്ക് ശേഷം ഞങ്ങൾ ബസ് കണ്ടെത്തി ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് അല്ല റൂമിലോട്ട്.